1201 ആണ്ട് ധനുമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 16/12/2025 മുതൽ 14/1/2026 വരെയുള്ള ഒരു മാസത്തെ ഫലങ്ങളാണ്. മകരക്കൂറിൽ ജനിച്ചവരുടേതാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതായത് അതിലേക്ക് വേണ്ടി ഇൻ്റർവ്യൂവും അതെല്ലാ കടമ്പയും കടന്നിരിക്കുന്ന ആൾക്കാർക്ക്, അതായത് നിയമന ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കുന്ന ഉത്തരവ് ലഭിക്കും. അവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും. അതല്ലാതെ കോൺട്രാക്റ്റ് പണി, അടങ്കൽ പരമായിട്ട് കോൺട്രാക്റ്റായിട്ട് എടുത്ത് മരാമത്ത് പണികളോ അല്ലാത്ത പണികളോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവർക്കും സർക്കാരിൽ നിന്ന് അവർക്ക് അടങ്കൽ തുക അവർക്ക് സാങ്ഷനായി ആ ജോലി കിട്ടുന്നതാണ്. പല കാര്യങ്ങളിലും വിജയം ലഭിക്കാം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അധികം തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ സുഖങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കാം. നാൽക്കാലി വളർത്തി വ്യാപാരം ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. അത് പശു ക്ഷീര കർഷകർക്കായിരുന്നാലും അല്ലാതെ ഉള്ള നാൽക്കാലികളെയൊക്കെ വളർത്തിയിട്ട് വിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കായിരുന്നാലും നല്ല ലാഭം പ്രതീക്ഷിക്കാം. പിന്നെ പല രീതിയിലുള്ള ധനം പല രീതിയിൽ വരുമെങ്കിലും പല രീതിയിലുള്ള പാഴ് ചെലവുകൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ചെലവുകൾ നിയന്ത്രിച്ചാൽ മതി. ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വലിയ രോഗങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അവർക്ക് ഈ നാൽക്കാലികളെയും സൂക്ഷിക്കണം. അവരുടെ ആരോഗ്യം ഒന്ന് സൂക്ഷിക്കണം. അത് ചെറിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നല്ല സൂക്ഷിച്ചാൽ കുഴപ്പമില്ല. ഇനി ഓരോ നക്ഷത്രക്കാരുടെയും തരം തിരിച്ചാണ് ഞാൻ പറയുന്നത്. ഉത്രാട നക്ഷത്രക്കാരുടെയാണ് ആദ്യം. 10 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു പരിധി വരെ നല്ല സമയമാണ്. അവർക്ക് നല്ലൊരു സമയമാണിത്. കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള സാധ്യത കാണുന്നു. വസ്തുവകകളോ വീടോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് പല പാർട്ടീഷൻ ചെയ്ത് നിങ്ങളുടെ ഭാഗം കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ പുതിയ വീട്ടിൽ താമസിക്കാനും ഉള്ളൊരു യോഗവും ഈ മാസമുണ്ട്. ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള ചെറു അസുഖങ്ങൾ ബുദ്ധിമുട്ടിക്കുക എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ സാധിക്കും. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. വലിയ രീതിയിലുള്ള സർജറിയൊന്നുമല്ല, ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ കൊണ്ടാണ് ആ സർജറി ചെയ്യേണ്ടി വരുന്നത്. പഴി കേൾക്കേണ്ടി വരാം. അശ്രദ്ധയും മോശമായ കൂട്ടുകെട്ടുകളും നിമിത്തം ചില പോലീസ് കേസുകളും കോടതി നടപടിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാനസിക പിരിമുറുക്കം വന്നേക്കാം. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം സംഭവിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അത് നിയന്ത്രിക്കുക. അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. പല ആപത്തുകളും ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. അതൊക്കെ സൂക്ഷിച്ചാൽ മതി. മാനസിക സംഘർഷം വരാം. അത് നിമിത്തം മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാകാണ്ട് ശ്രദ്ധിക്കണം. അതൊന്നും ഉപയോഗിക്കരുത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ സാമ്പത്തിക അച്ചടക്കം മുൻകാലത്ത് എടുത്തവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറി അവരുടെ ബുദ്ധിക്ക് സ്ഥിരത വരുന്നു. അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അഡിഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ മാനഹാനി, അപമാനം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ പഴി കേൾക്കേണ്ടതും വരാം, അതും ശ്രദ്ധിക്കുക. അശ്രദ്ധ കാണിച്ചാൽ പോലീസ് കേസ്, കോടതി നടപടികളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ഇണയുടെ മരണം, ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു ദുഃഖം നിങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ആഗ്രഹങ്ങളെല്ലാം ഈ സമയമൊക്കെ ആഗ്രഹങ്ങൾ വളരെ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ അത് ചിലപ്പോൾ നടക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആകാശക്കോട്ട പോലെ ആ ആഗ്രഹങ്ങൾ എല്ലാം തകർന്നു വീഴേണ്ട ഒരു സാധ്യതയുണ്ട്. അത് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറുന്നതിനും സാധ്യതയുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാം നടന്നു കിട്ടാം. രോഗപീഠ ഉണ്ടാവാം. എന്നിരുന്നാലും ധനധാന്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരുന്നില്ല. ധനവും എല്ലാം ലഭിക്കാം. പിന്നെ പക്ഷവിഷബാധയേറ്റ് ഒരു അതിസാരമോ അത് നിമിത്തം ഒരു മരണഭയം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. തിരുവോണം നക്ഷത്രക്കാർക്കാണ് അടുത്തത് പറയുന്നത്. 8 വയസ്സ് വരെ ഉള്ളവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശ്വാസം മുട്ടൽ, അലർജി, കഫത്തിൻ്റെ ഉപദ്രവം എന്നിവ ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. രക്തത്തിൽ അണുബാധ ഉണ്ടാകാനും സാധ്യത കാണുന്നു.
ഈ നക്ഷത്രക്കാരുടെ, തിരുവോണ നക്ഷത്രക്കാരുടെ അച്ഛനമ്മമാർക്ക് തമ്മിൽ പിണങ്ങുന്നതിനും അവരെ മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നു. അഗ്നിയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ സൂക്ഷിക്കുക. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധർമ്മകാര്യങ്ങൾക്ക് മുടക്കം വരേണ്ട ഒരു സാധ്യതയുണ്ട്. അതിനാൽ അത് ധർമ്മദാനങ്ങളൊക്കെ ചെയ്യുക. ബന്ധുക്കൾക്കും തനിക്കും ആപത്തുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദൂരയാത്രകൾ ചെയ്യാനും സാധ്യത കാണുന്നു. എല്ലാവരുമായി കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ആരുമായിട്ടും കലഹത്തിന് വഴക്കിനൊന്നും പോകരുത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് കേസുകളും കോടതി നടപടികളൊക്കെ ഉണ്ടാവാൻ സാധിക്കും. ചില കേസുകളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നടിച്ചങ്ങ് പോവുക. സഹോദരങ്ങൾക്കോ അങ്ങനെ ഉറ്റ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ചെറിയ ഒരു അപകടം വരുന്നതിനും അതുമൂലം കോമ സ്റ്റേജ് ആകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ സംഭവിച്ച ദുഃഖം, ദുരിതം, അപമാനം ഇതെല്ലാത്തിനും ഒരു പരിഹാരമായിക്കൊണ്ട് ഈ കാലഘട്ടം വളരെ നല്ലതായിരിക്കുന്നു. വിവാഹം നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാകാനും സാധ്യത കാണുന്നു. ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ട രീതിയിലാകാം. ശത്രുക്കൾ നിങ്ങളെ ശല്യം ചെയ്തിരുന്നതെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരാം. ആയതിനാൽ അത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക. അല്ലെങ്കിൽ പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ വരേണ്ട സാധ്യത കാണുന്നു. ആരും സഹായത്തിനില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മിത്രങ്ങളും ശത്രുക്കളും തന്നെ മിത്രങ്ങളും ശത്രുക്കളും കൂടി ഒരുമിച്ച് ചേരുകയും നിങ്ങൾക്കത് ചില ദോഷങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നു. ധാന്യങ്ങൾക്ക്, അതായത് പണത്തിനും ധാന്യങ്ങൾക്കൊക്കെ കുറവ് വരാം. അതുപോലെ ഇണയുടെ മരണം, ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയോ വേർപിരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. വാതരോഗം പിടിപെടേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ആ ദുഃഖങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, അപമാനം എല്ലാത്തിനും പരിഹാരമായി അവർക്ക് ഈ ഒരു കാലഘട്ടം നല്ലതാകുന്നു. ധനധാന്യാദികൾ ഇഷ്ടം പോലെ ലഭിക്കുന്നു. മനസ്സമാധാനം ലഭിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തരുന്നു. രോഗങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ശാശ്വതമായ പരിഹാരവും ലഭിക്കുന്നു. അടുത്ത അവിട്ടം നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളാൽ ആരെങ്കിലും മരണപ്പെടുവാനോ, ബന്ധുജനങ്ങളോ ഉറ്റ സുഹൃത്തുക്കളോ ആരെങ്കിലും മരണപ്പെടുവാനോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും രീതിയിൽ ആക്സിഡൻറ്റോ എന്തെങ്കിലും വന്നിട്ടൊരു കോമ സ്റ്റേജിൽ പോകുന്നതിനോ ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിനോടും ഒരു ഭയം വരാം. അകാരണമായ ഒരു ഭയം ജനിക്കേണ്ട ഒരു സമയമാണ്. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് ചേക്കേറുന്നതിനും ഒരു സാധ്യതയുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം, പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉന്നതമായ നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുവഴി അവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന സാമ്പത്തിക നിലയിൽ എത്തിച്ചേരുന്നതിനും അവരുടെ അന്തസ്സുള്ള ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. വിവാഹവും നടക്കാം, സന്താനഭാഗ്യവും ഉണ്ടാകാം. അതുപോലെ തന്നെ നല്ല മിത്രങ്ങളെയും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കാം. ചില പരാതികളും കോടതി നടപടികളും ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇണയുടെ വേർപാട്, ഇണ ചിലപ്പം പിരിഞ്ഞു പോകുന്നതിനോ അല്ലെങ്കിൽ ജോലി സംബന്ധിച്ച് അന്യനാട്ടിലേക്ക് ദൂരെ പോകുന്നതിനോ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വദേശം വിട്ട് നിങ്ങൾ അന്യദേശത്തേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിലെ ആപത്തുകളെയും എല്ലാം കാലം മാറ്റിമറിക്കുന്നു. അതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യവും മനസ്സമാധാനവും സന്തോഷവും സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ചിന്താശേഷി, അതായത് ബുദ്ധി നേരെ രീതിയിൽ വരികയും നല്ല രീതിയിൽ ചിന്താശേഷി ഉണ്ടാവുകയും ചെയ്യുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാതെ അതെല്ലാം വിട്ടുപോകുന്നു. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് നിങ്ങളുടെ കുട്ടികൾക്കും അവരുടെ മക്കൾക്കും, അതായത് പേരക്കുട്ടികൾക്കും ചില അസുഖങ്ങൾ വരാം എന്നുള്ളതൊഴിച്ചാൽ വേറെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു. കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ നിക്ഷേപിച്ചിരിക്കുന്ന പണം മുൻകാലങ്ങളിൽ നിക്ഷേപിച്ച്, അത് വയസ്സായ കാലത്ത് അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടി നിക്ഷേപിക്കുന്ന കരുതൽ ധനം, അത് ശ്രദ്ധിച്ച് നിക്ഷേപിക്കാത്തവർക്ക് ആ പൈസ നിക്ഷേപം പിൻവലിക്കാൻ തടസ്സങ്ങൾ കാണുന്നു. അതിനാൽ നല്ല രീതിയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുക. ബന്ധുക്കളുടെ 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കളുടെ
ഒത്തുചേരലുണ്ടാകുകയും ബന്ധുക്കളുടെയും അതുപോലെ ഉറ്റ സുഹൃത്തുക്കളുടെയും ഒത്തുചേരലുകൾ ഉണ്ടാകുകയും നിങ്ങളുടെ ജന്മനാൾ പൂജകളും ആഘോഷമായി കൊണ്ടാടാനും നിങ്ങൾക്ക് സാധിക്കുന്നു. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജോപരമായോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധിയും ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.